പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രത്തെ അങ്ങേക്ക് നന്ദി പറയും. ജലപ്രളയത്താൽ ദുഷ്ടത വർദ്ധിച്ച ജനത്തെ നശിപ്പിച്ച് നോഹിൻ്റെ കുടുംബത്തെ നന്മയുടെ പ്രതീകമായി അവർ മാറിയപ്പോൾ സംരക്ഷിച്ച കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രത്തെ അങ്ങേക്ക് നന്ദി പറയും. 40 ദിവസം ജലപ്രളയം. നോഹ പുറത്തേക്ക് നോക്കി, ജലം കുറേ വറ്റിയിരിക്കുന്നു. അവൻ മലങ്കാക്കയെ വിട്ടു. 4 മലങ്കാക്ക തിരികെ വന്നില്ല, അത് പറന്നു നടന്നു. പ്രാവിനെ വിട്ടു. പ്രാവ് ചുറ്റിക്കറങ്ങിയതിന് ശേഷം തിരികെ വന്നപ്പോൾ മനസ്സിലായി ജലം കുറഞ്ഞിട്ടില്ല എന്ന്. വീണ്ടും നോഹ 7 ദിവസം കാത്തിരുന്നു. 7 ദിവസം കഴിഞ്ഞ് വീണ്ടും പ്രാവിനെ വിട്ടു. പ്രാവ് ഒലിവിലെ ചിഹ്നവുമായി കടന്നു വന്നു. പേടകം തുറന്ന നോഹും കുടുംബവും പുറത്തിറങ്ങിയപ്പോൾ ദൈവം അവരോടൊരു ഉടമ്പടി സ്ഥാപിച്ചു. ഇനി ജലപ്രളയത്താൽ ആരെയും നശിപ്പിക്കുക. നന്ദി സൂചകമായി നന്ദി സൂചകമായിട്ട് ബലിപീഠമൊരുക്കി ബലിയർപ്പിക്കും. കാരുണ്യവാനായ കർത്താവെ, നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുദിനവും നൽകി അനുഗ്രഹിക്കുമ്പോൾ കൃതജ്ഞതയോടുകൂടി അങ്ങയുടെ തിരുമുമ്പിൽ കടന്നു വരണമെന്ന് നോഹ് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ഇതാ കർത്താവെ, ഇന്നേ ദിനം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രം അങ്ങേക്ക് നന്ദി. നിൻ്റെ കരുണയാൽ നിൻ്റെ സ്നേഹത്താൽ അനുദിനവും ഞങ്ങൾ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി. ഇന്നേ ദിവസം ദാനമായി നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രം നിൻ്റെ കരുണയാൽ നിൻ്റെ സ്നേഹത്താൽ നിൻ്റെ ചൈതന്യത്താൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാൻ, പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം അങ്ങയുടെ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ. അങ്ങയുടെ ശുശ്രൂഷയിൽ ഇന്ന് ഒരന്ധനെ സുഖപ്പെടുത്തുമ്പോൾ അങ്ങ് അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എന്ത് കാണും? മനുഷ്യരെ മരങ്ങളെപ്പോലെ കാണും. പലപ്പോഴും കൂടെയുള്ളവരെ മരങ്ങളെപ്പോലെയാണ് നമ്മൾ കാണുന്നത്. അവരെ മനുഷ്യരായി കാണുവാനോ അവരെ നന്മയെ മനസ്സിലാക്കുവാനോ കഴിയാതെ പോകുന്നുണ്ട്. അവനെ വീണ്ടും കർത്താവ് സ്പർശിക്കുമ്പോൾ അവൻ സ്പഷ്ടമായി കാണുന്നു മനുഷ്യരെ. നമുക്ക് കർത്താവിൻ്റെ സ്പർശനം ആവശ്യമുണ്ട്. ഈ സ്പർശനം ലഭിച്ചെങ്കിൽ മാത്രമേ കൂടെ വസിക്കുന്നവരെ സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും അവരുടെ നന്മ മനസ്സിലാക്കുവാനും കഴിയുള്ളൂ. ഈ നന്മ മനസ്സിലാക്കുവാൻ തക്കവിധമുള്ള കൃപയും വെളിച്ചവും നമുക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കാം. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്തപകടങ്ങളെ കാത്തുകൊള്ളണം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് മഹത്വപ്പെടുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.